പൊളിറ്റിക്സ് ആണ് തീം. അപ്പൊ നമ്മുടെ രാഷ്ട്രീയത്തിൽ നിന്നും രാഷ്ട്രീയ ചുമയുള്ള ആരെങ്കിലും ഒക്കെ വരുന്നത് സ്വാഭാവികമാണ് രാഷ്ട്രീയ വിവാദങ്ങളില് അല്ലെങ്കിൽ രാഷ്ട്രീയത്തിലോ. അപ്പൊ ഞാൻ അങ്ങനെ ഇരുന്ന് കുറെ ചിന്തിച്ചു, ഈ വർഷവും കഴിഞ്ഞ വർഷവും ഒക്കെ ആയിട്ട് നടന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ എന്തൊക്കെയായിരുന്നു. അപ്പം മനസ്സിലോട്ട് പെട്ടെന്ന് ഓടി വന്ന പേരാണ് നമ്മുടെ ചക്കതല താമര, താമര ചെക്ക, അഞ്ജലി നായർ. ഓൾറെഡി നമ്മൾ മുമ്പ് പരീക്ഷയിൽ പറഞ്ഞിട്ടുള്ള പേരാണ്. പിന്നെ രാഹുൽ മാങ്കൂട്ടം ഇഷ്യൂ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പൊ രാഹുൽ മാങ്കൂട്ടം ഇഷ്യൂവിൽ ശബ്ദമുയർത്തിയ ജേർണലിസ്റ്റും ആക്ട്രസും ഒക്കെ ആയിട്ടുള്ള ഒരാളുടെ പേര് ഞാൻ വെറുതെ പറയാന്ന് കരുതി. നമുക്ക് നോക്കാം. ഞാനൊരു സാധ്യത കാണുന്നുണ്ട്, കാരണം പൊളിറ്റിക്സ് ആണ് തീം. സോ പൊളിറ്റിക്സിന് ആരെങ്കിലും ഒക്കെ ഉണ്ടാവാം. അപ്പോ മറ്റാരുമല്ല, ആർട്ടിസ്റ്റ് ആയിട്ടുള്ള റിനി ആൻഡ് ജോർജ്. ഇതാണ് ഫോട്ടോ എന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല. റിനി ആൻഡ് ജോർജ്. നിന്റെ സംസാരം കേട്ടല്ലേ അറിയാം, നിനക്കൊന്നും അറിയത്തില്ല, നിനക്കെല്ലാം അറിയാന്നുള്ള രീതിയിൽ. അത്യാവശ്യം ബിഗ് ബോസിൽ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ഈ പറഞ്ഞ അൻസിഫിന് നല്ല രീതിയിൽ കിട്ടുന്നുണ്ട്. കഴിഞ്ഞ വർഷം പിന്നെ അൻസിഫിന്റെ കാര്യമൊന്നും പറയാനൊന്നും വേണ്ട. ഞാൻ 1000 രൂപ തരാം, 2000 രൂപ തരാം, 3000 രൂപ എനിക്ക് എക്സ്ക്ലൂസീവ് തരാമോ എന്നൊക്കെ കിടന്ന് അങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്ത് വരുത്തനാണ്. ഇവനായിരുന്നു അവർ വാണിംഗ് കൊടുത്തത് ബിഗ് ബോസിലെ ആൾക്കാർ. ഈ എക്സ്ക്ലൂസീവ്, അതായത് ഇപ്പോൾ ഒരാൾ ഔട്ടായാൽ അത് അപ്പം തന്നെ സ്പോട്ടിലെടുത്ത് വീഡിയോ ഇടുക, ഇവനായിരുന്നു അവർ വാണിംഗ് കൊടുത്തത്. ഓക്കെ, അതുകൊണ്ടാണ് അണ്ണൻ ഇപ്പോൾ ഈ ഒരു ട്രാക്ക് പിടിച്ചത്. നമ്മുടെ റിനി ആൻഡ് ജോർജിനെ കുറിച്ചാണ് ഞാൻ ഒന്നും കൂടെ ആ പോഷൻ ഒന്ന് വെച്ചാൽ. മനസ്സിലോട്ട് പെട്ടെന്ന് ഓടി വന്ന പേരാണ് നമ്മുടെ ചക്കതല താമര, താമര ചെക്ക, അഞ്ജലി നായർ. ഓൾറെഡി നമ്മൾ മുമ്പ് പരീക്ഷയിൽ പറഞ്ഞിട്ടുള്ള പേരാണ്. പിന്നെ രാഹുൽ മാങ്കൂട്ടം ഇഷ്യൂ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പൊ രാഹുൽ മാങ്കൂട്ടം ഇഷ്യൂവിൽ ശബ്ദമുയർത്തിയ ജേർണലിസ്റ്റും ആക്ട്രസും ഒക്കെ ആയിട്ടുള്ള ഒരാളുടെ പേര് ഞാൻ വെറുതെ പറയാന്ന് കരുതി. മനസ്സിലായി. അതും ശബ്ദം ഉയർത്തിയ, എന്ത് ശബ്ദമാണ് അവൾ ഉയർത്തിയത്? എനിക്ക് റിനിയുടെ റിനി കാര്യങ്ങളൊക്കെ പറഞ്ഞു. എനിക്ക് റിനിയുടെ ഇഷ്ടമല്ലാത്ത ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാനിവിടുത്തെ സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കാൻ വന്നതാണ് റിനി പറഞ്ഞത്. പക്ഷെ ധൈര്യത്തോടെ ഈ പറഞ്ഞ രാഹുലിന്റെ പേര് പോലും റിനി പറഞ്ഞിട്ടില്ല. അതിൽ കൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നട്ടലില്ല എന്നുള്ളൊരു കാര്യമാണ്. പിന്നെ റിനി കൊടുക്കുന്ന സന്ദേശം എന്താണെന്ന് വെച്ചാൽ, ഞാനൊരു മന്ത്രിയായി കഴിഞ്ഞാൽ ബീക്കിനി ഇട്ടുണ്ട് പെൺപിള്ളേരെ റോഡിൽ കൂടെ ഓടിപ്പിക്കും. ഇതൊക്കെയാണ് പുള്ളി കൊടുക്കുന്ന വാഗ്ദാനങ്ങളും കാര്യങ്ങളും ഒക്കെ. എന്തൊക്കെ വിവരക്കേടുകളാണോ അവിടെ വിളിച്ച് പറഞ്ഞത് നമുക്ക് നല്ല രീതിയിൽ അറിയാം. പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം എല്ലാവർക്കും അറിയാമല്ലോ. എനിക്ക് ആ ഒരു പോർഷൻ ഒന്നും കൂടെ നോക്കട്ടെ. നമുക്ക് നോക്കാം. ഞാനൊരു സാധ്യത കാണുന്നുണ്ട്, കാരണം പൊളിറ്റിക്സ് ആണ് തീം. സോ പൊളിറ്റിക്സിന് ആരെങ്കിലും ഒക്കെ ഉണ്ടാവാം. അപ്പോ മറ്റാരുമല്ല, ആർട്ടിസ്റ്റ് ആയിട്ടുള്ള റിനി ആൻഡ് ജോർജ്. ഇതാണ് ഫോട്ടോ എന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല. റിനി ആൻഡ് ജോർജ്. ഈ കഴിഞ്ഞ ബിഗ് ബോസ് സീസൺ 7 നടക്കുന്ന സമയത്ത് റിനിയുടെ വിഷയങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ എനിക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ, റിനി അവിടെ വന്നേ പറ്റൂ. കാരണം എന്ന് വെച്ചാൽ റിനിയുടെ റിയൽ ക്യാരക്ടർ എന്താണെന്ന് കുറച്ചും കൂടെ മനസ്സിലാക്കാത്തവർക്കും കൂടെ മനസ്സിലാക്കാൻ പറ്റും. ഒരു സ്റ്റാൻഡില്ലാത്തൊരു ലേഡിയാണ്. എങ്ങനെയെങ്കിലും വാർത്തയിൽ നിറഞ്ഞു നിൽക്കണം, അതിനുവേണ്ടി പുള്ളിക്കാരി ഏതറ്റം വരെ പോകും. അതെനിക്ക് നല്ല രീതിയിൽ മനസ്സിലായിട്ടുള്ള ഒരു കാര്യങ്ങൾ തന്നെയാണ്. ഇവിടെ സ്ത്രീകൾക്ക് വേണ്ടി പോരാടുന്ന ഒരു വ്യക്തി എന്നും പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ വാഴോണം പൊടുത്ത് നടന്നിട്ടുണ്ടായിരുന്നു. ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടുമായിട്ട് നല്ല സൗഹൃദമായിരുന്നു. പിന്നെ അത് മാത്രമല്ല, ഈ രാഹുലുമായിട്ട് ഒരു ഒറ്റ ദിവസത്തെ പരിചയമുള്ളൂ. അപ്പം തന്നെ അയാളുടെ ക്യാരക്ടർ മനസ്സിലായതുകൊണ്ട് അയാളിൽ നിന്ന് ഞാൻ പിന്തിരിയുമായിരുന്നു എന്നൊക്കെയാണ് പുള്ളിക്കാർ പറയുകയൊക്കെ ചെയ്തത്. അതേ റിനി ഈ പറഞ്ഞിട്ട് ടെലിഗ്രാമിൽ സീക്രട്ട് ചാറ്റ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതിനകത്ത് ഈ പറയുന്ന രാഹുലിനെ 12 മണിക്ക് വിളിക്കുക, 1 മണിക്ക് വിളിക്കുക, അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. അതൊക്കെ സോഷ്യൽ മീഡിയയിൽ കൂടെ നമ്മൾ ചർച്ച ചെയ്തതാണ്. ശ്രീനാദേവി കുഞ്ഞമ്മ വന്നിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പറയുന്ന റിനിയെ കുറിച്ച്. ഇപ്പം റിനിയുടെ A to Z കാര്യങ്ങൾ അവർ പുറത്ത് വിട്ടിട്ടുണ്ടായിരുന്നു. അതേ റിനി ബിഗ് ബോസ് സീസൺ 80 വരുവാണെങ്കിൽ ഉറപ്പാണ് കത്തിയിരിക്കും. കാരണം വെച്ചാൽ റിനിയുടെ സംസാരം കേൾക്കാൻ വേണ്ടി കേരളത്തിലെ ഓരോ വ്യക്തികളും കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കുകയാണ് റിനിയുടെ ഓരോ കാര്യങ്ങളും കേൾക്കാനാണ്. ഉറപ്പായിട്ടും വയൽക്കാട് എൻട്രി ആയിട്ടെങ്കിലും വന്നാൽ മതി. റിനി വരണം. നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യുന്നുണ്ടോ റിനിയെ? കേരളത്തിലെ അമ്മമാർ ഈ പറയുന്ന റിനിയെ, ഞാൻ എൻ്റെ ഒരു വീഡിയോയ്ക്കകത്ത് റിനിയെ വെറുക്കുന്ന ഒരു ലൈക്ക് അടിക്കുമെന്ന് പറഞ്ഞപ്പോൾ തന്നെ എൻ്റെ ഫേസ്ബുക്കിലെങ്ങാണ്ട് വന്നത് 15,000 ലൈക്ക് എങ്ങാണ്ടാണ്. അന്നത്തെ രാഹുലിൻ്റെ വിഷയത്തിൽ കൊടുക്കാൻ വേണ്ടി പല പരിപാടിയും നോക്കിയിട്ടുണ്ടായിരുന്നു. പരസ്പര സമ്മതത്തോടെ ഒരു സ്ത്രീയും പുരുഷനും പല കാര്യങ്ങളും സംഭവിച്ചിട്ടുണ്ട്. അത് കുറച്ച് കാലം കഴിഞ്ഞപ്പോഴത്തേക്ക് കിടക്കുന്ന എല്ലാം രാഹുലിൻ്റെ നെഞ്ചത്തോട്. അതിനെ സപ്പോർട്ട് ചെയ്തതാണ് ഈ പറയുന്ന റിനി. എല്ലാ വിക്ടിമിൻ്റെ അടുത്തും എല്ലായിടത്തും ചെന്നിട്ട് കയറി നല്ല രീതിയിൽ പുള്ളിക്കാരി കുത്തിത്തിരിപ്പുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ പുള്ളിക്കാരിക്ക് പേര് പറയാനും പേടി. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേര് പറയാൻ റിനിക്ക് ഭയങ്കര പേടി. അത് അതിനേക്കാളും വലിയ രസമായിരുന്നു. കഥകൾ പറയുമ്പോൾ ഒരുപാട് കഥകളുണ്ട്. അതുപോലെ തന്നെ റിനിയുടെ വീട്ടിൽ കല്ലെറിഞ്ഞു, എന്നിട്ട് അത് രാഹുൽ മാങ്കൂട്ടം ചെയ്യിപ്പിച്ചതാണ്. അങ്ങനെ ഒരു രീതിയിലാണ് ഇത്. പിന്നെ രാഹുലിനെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് സോഷ്യൽ മീഡിയ വന്നിട്ട് കരയാൻ തുടങ്ങി. എനിക്ക് നീതി കിട്ടി എന്നും പറഞ്ഞു. എന്നിട്ട് ആ കേസൊക്കെ അവിടെ പോയി. ഇപ്പോഴും ആ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. കോടതി ചെല്ലുമ്പോൾ തെളിവുകളും കാര്യങ്ങളും ഇല്ല. രാഹുൽ ഓരോ കേസിലും ഇങ്ങനെ നിരപരാധിയാണെന്ന് തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം കോടതിയോട് പറഞ്ഞൊരു കാര്യം വെച്ചാൽ ഞങ്ങൾ പരസ്പര സമൂഹത്തോടുള്ള കാര്യങ്ങളും അയാളുടെ തെളിവുകളും കാര്യങ്ങളൊക്കെ വെക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് മാതൃസ്നേഹത്തിനെ കുറിച്ച് പറയുന്നു റിനി വന്നിട്ട്. ആ റിനിയാണ് ഇപ്പൊ ബിഗ് ബോസിൽ വരാൻ പോകുന്നതെന്നാണ് അൻസിഫ് പറയുന്നത്. വരട്ടെ,
ഞങ്ങളെല്ലാവരും റിനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. വേറെ ആര് വെയിറ്റ് ചെയ്തില്ലെങ്കിൽ ഞാൻ ശരിക്കും വെയിറ്റ് ചെയ്യും. അതങ്ങനെയാണ്. റിനിയുടെ ഒരു കാര്യത്തിൽ നമുക്കൊരു പ്രത്യേക സ്നേഹമുണ്ട്. അത് വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും നല്ല രീതിയിൽ അറിയാം. റിനിയെ നമ്മൾ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് എന്നുള്ള രീതിയിലാണ്. ഓക്കെ, എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ബൈ, ലവ് യു ഓൾ ഗൈസ്. എന്തായാലും രാഹുൽ മാങ്കുട്ട ഇനി വൈൽഡ് കാർഡ് എൻട്രി ആയിട്ട് വല്ലതും വരുമോ? പുള്ളിക്ക് എന്തായാലും ഈ ഒരു പ്രോഗ്രാമിനോടൊന്നും വലിയ താല്പര്യം കാര്യങ്ങളൊന്നും ഇല്ല. പുള്ളി രാഷ്ട്രീയം ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ബൈ, ലവ് യു ഓൾ ഗൈസ്.